ഹായ് മക്കളെ, വെൽക്കം ടു ലീഡ്സ് അക്കാഡമി സ്മാർട്ട് പ്ലസ്. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ വാട്ടറിൻ്റെ ബാക്കി ഭാഗങ്ങളാണ്. വാട്ടർ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗങ്ങളാണ്. നമ്മൾ എവിടം വരെ പഠിച്ചിരുന്നോ? ഇലക്ട്രോലൈസിസ് വരെ, കോമ്പോണൻസ് വേർതിരിച്ചെടുക്കുന്നത് വരെ പഠിച്ചിരുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് വാട്ടറിൻ്റെ റിയാക്ഷൻ ആണ് അല്ലേ, മെറ്റൽസുമായിട്ടുള്ള റിയാക്ഷൻ. വാട്ടർ മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഏത് ഗ്യാസ് ഫോം ചെയ്യും? ആരാണ് അവിടെ ഫോം ചെയ്യുന്നത്? നമ്മുടെ ഹൈഡ്രജൻ ഗ്യാസ് അല്ലേ. ഇത് നമ്മൾ മുന്നത്തെ ചാപ്റ്ററിൽ പഠിച്ചതാണ്, കെമിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ വാട്ടർ മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്താണ് ഫോം ചെയ്യുന്നത്? ഹൈഡ്രജൻ ഗ്യാസ് ഫോം ചെയ്യുന്നു, ഹൈഡ്രജൻ ഗ്യാസ് റിലീസ് ചെയ്യുന്നു അല്ലേ. ദെൻ അതേപോലെ തന്നെ നമ്മുടെ അയൺ കൊറോയിഡ്സ് ഇൻ ദ പ്രസൻസ് ഓഫ് വാട്ടർ അല്ലേ. വെള്ളത്തിൻ്റെ പ്രസൻസിൽ അല്ലെങ്കിൽ ജലത്തിൻ്റെ പ്രസൻസിൽ നമ്മുടെ ഇരുമ്പ് എന്താകും? തുരുമ്പിക്കും അല്ലേ. ഇരുമ്പ് തുരുമ്പിക്കും. ജലത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇരുമ്പ് എന്താകുന്നു? തുരുമ്പിക്കുന്നു. ദെൻ ഇവിടെ ഒരു റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കണം കേട്ടോ. Mg+ എന്ന് പറയുന്നത് മെഗ്നീഷ്യം എന്ന് പറയുന്ന മെറ്റൽ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്താണ് ഫോം ചെയ്യുന്നത്? മെഗ്നീഷ്യം ഓക്സൈഡ് പ്ലസ് H2 ഹൈഡ്രജന് ഫോം ചെയ്യുന്നു. അപ്പോൾ ഏത് മെറ്റൽസും വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഏത് ഗ്യാസാണ് ഫോം ചെയ്യുന്നത്? ഹൈഡ്രജൻ ഗ്യാസ് ആണ് ഫോം ചെയ്യുന്നത്. ദെൻ മെഗ്നീഷ്യം റിയാക്റ്റീവ് വിത്ത് ഹോട്ട് വാട്ടർ. മെഗ്നീഷ്യം എന്ന് പറയുന്നത് ഹോട്ട് വാട്ടറുമായിട്ടും എന്ത് ചെയ്യും? റിയാക്ട് ചെയ്യും. മെഗ്നീഷ്യം റിയാക്റ്റീവ് വിത്ത് ഹോട്ട് വാട്ടർ. ചൂടുവെള്ളത്തിലും ആര് റിയാക്ട് ചെയ്യും? മെഗ്നീഷ്യം റിയാക്ട് ചെയ്യും. ദെൻ അയൺ റിയാക്ട് വിത്ത് സ്റ്റീം ടു ലിബറേറ്റ് ഹൈഡ്രജൻ ഗ്യാസ്. നമ്മുടെ ഇരുമ്പ് അല്ലേ, അയൺ എന്ന് പറയുന്നത് സ്റ്റീം, നീരാവിയുമായിട്ട് റിയാക്ട് ചെയ്യും. എന്നിട്ട് ആര് ഉണ്ടാകും? ഹൈഡ്രജൻ ഗ്യാസ് ഫോം ചെയ്യും. ഈ ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, 1 വേർഡിന് ചിലപ്പോൾ ചോദിക്കും. അയൺ സ്റ്റീമുമായിട്ട് റിയാക്ട് ചെയ്യും. എന്ത് ഫോം ചെയ്യാൻ? ഹൈഡ്രജൻ ഗ്യാസ് ഫോം ചെയ്യാൻ. ദെൻ metals like copper, silver, gold, platinum etc. have no reactions with വാട്ടർ. ജലവുമായിട്ട് യാതൊരു പ്രശ്നവും ഇല്ല. ആർക്ക്? നമ്മുടെ സിൽവർ, കോപ്പർ, ഗോൾഡ്, പ്ലാറ്റിനം എന്ന് പറയുന്നതിന് എന്താണ്? നമ്മുടെ പാവം വാട്ടറുമായിട്ട് ഒരു പ്രശ്നവും ഇല്ല. എന്ത് ചെയ്യില്ല? റിയാക്ഷൻ ഒന്നും നടക്കൂല. അതുകൊണ്ടാണ് നമ്മൾ ഓർണമെന്റൽസിനൊക്കെ ഈ മെറ്റൽസ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ. കെമിക്കൽ റിയാക്ഷൻ, വെള്ളവുമായിട്ട് കെമിക്കൽ റിയാക്ഷൻ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഓർണമെന്റൽ പർപ്പസിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്? ഈ മെറ്റൽസ് ആണ്. ദെൻ വാട്ടർ എന്ന് പറയുന്നത് എന്താണ്? ഒരു സാർവിക ലായകമാണ്, അതായത് യൂണിവേഴ്സൽ സോൾവെന്റ് ആണ്. ആരെന്ന് പറയുന്നത്? നമ്മുടെ വാട്ടർ എന്ന് പറയുന്നത്. വെൻ സബ്സ്റ്റൻസസ് ഈസ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ ദേ അക്വയർ ദ പ്രോപ്പർട്ടി ഓഫ് ദ സബ്സ്റ്റൻസ് ഡിസോൾവ്ഡ് അല്ലേ. അതായത് നമ്മൾ വെള്ളത്തിലെ ആരെയെങ്കിലും മിക്സ് ചെയ്ത് ലയിപ്പിച്ച് കഴിഞ്ഞാൽ വെള്ളത്തിന് ആരുടെ സ്വഭാവം കിട്ടും? നമ്മൾ ആരെ ലയിപ്പിച്ചോ ആളുടെ സ്വഭാവമായിരിക്കും നമ്മുടെ വെള്ളത്തിന് കിട്ടുക അല്ലേ. ഉപ്പിട്ട് കലക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും? വെള്ളത്തിന് ഉപ്പ് രസമായിരിക്കും അല്ലേ. ഉപ്പിൻ്റെ ടേസ്റ്റ്, ഉപ്പിൻ്റെ പ്രോപ്പർട്ടി കിട്ടും. പഞ്ചസാരയാണെങ്കിലോ പഞ്ചസാരേൻ്റെ ടേസ്റ്റ് കിട്ടും അല്ലേ. അപ്പോൾ ആര് മിക്സ് ചെയ്യുന്നോ അയാളുടെ പ്രോപ്പർട്ടി ആർക്ക് കിട്ടും? നമ്മുടെ വാട്ടറിന് കിട്ടും. ദെൻ ഓർഡിനറി വാട്ടർ. Pure water has neither the properties of acid nor the alkali and it is called a neutral solution അല്ലേ. നമ്മുടെ ഓർഡിനറി വാട്ടർ അല്ലെങ്കിൽ നോർമൽ വാട്ടറിന് ആസിഡിൻ്റെ പ്രോപ്പർട്ടി ഇല്ല, ആൽക്കലിൻ്റെ സ്വഭാവവും ഇല്ല അല്ലേ. ആസിഡും അല്ല ആൽക്കലിയും അല്ല. അപ്പോൾ ചെങ്ങായി ആരാണ്? ഒരു ന്യൂട്രൽ സൊല്യൂഷൻ ആണ്. ന്യൂട്രൽ സൊല്യൂഷൻ ആണ്. നിർവീര്യ ലായകം എന്നാണ് ആരെ വിളിക്കുന്നത്? വാട്ടറിനെ വിളിക്കുന്നത്. ആസിഡിൻ്റെ സ്വഭാവവും ഇല്ല, പിന്നെ എന്താണ്? നമ്മുടെ ആരുടെ സ്വഭാവമില്ല? ആൽക്കലിയുടെ സ്വഭാവവുമില്ല. ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ ടെസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ ഓർഡിനറി വാട്ടർ എന്ന് പറയുന്ന സാധാരണ വാട്ടറിൽ നമ്മളൊരു pH പേപ്പറോ അല്ലെങ്കിൽ ലിറ്റ്മസ് പേപ്പറോ മുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റം സംഭവിക്കുമോ? നോ കളർ ചേഞ്ച് ഇൻ pH പേപ്പർ ആൻഡ് ദ ലിറ്റ്മസ് പേപ്പർ. 2 ലിറ്റ്മസ് പേപ്പറിനും ഒരു റിയാക്ഷനും കാണിക്കില്ല. കാരണം എന്താണ്? ആസിഡും അല്ല ആൽക്കലിയും അല്ല. ദെൻ വാട്ടർ മിക്സ്ഡ് വിത്ത് ആസിഡ്. 2 തുള്ളി ആസിഡ് ഒഴിച്ച ഒരു വാട്ടറിലേക്ക് നമ്മൾ pH പേപ്പറാണ് കാണിക്കുന്നതെങ്കിൽ എന്താ സംഭവിക്കുക? pH പേപ്പറിന് എന്താ പറ്റുക? pH പേപ്പർ ടേൺസ് ടു റെഡ് കളർ ആൻഡ് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ആണ് അതിൽ മുക്കുന്നതെങ്കിൽ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ഡിപ്പ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ചേഞ്ചസ് ടു റെഡ്. ദെൻ ആൽക്കലി ആയിട്ട് മിക്സ് ചെയ്ത വാട്ടറിൽ നമ്മളൊരു pH പേപ്പർ കാണിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ടേൺസ് ടു pH പേപ്പർ ബ്ലൂ ആയിട്ട് കളർ ചേഞ്ച് ഉണ്ടാകും. അതേപോലെ റെഡ് ലിറ്റ്മസ് പേപ്പർ നമ്മൾ ആൽക്കലി മിക്സ് ചെയ്ത വാട്ടറിൽ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കളർ ചേഞ്ച് സംഭവിക്കുക? ബ്ലൂ കളറിലേക്ക് ചേഞ്ച് ചെയ്യും. റെഡ് ലിറ്റ്മസ് ബ്ലൂ ആയിട്ട്
ചേഞ്ച് ചെയ്യും. സിൻസ് വാട്ടർ ക്യാൻ ഡിസോൾവ് വേരിയസ് സബ്സ്റ്റൻസസ് ആൻഡ് ഇറ്റ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഫോർ പ്രിപ്പയറിംഗ് സൊല്യൂഷൻ, ഇറ്റ് ഈസ് കോൾഡ് യൂണിവേഴ്സൽ സോൾവെന്റ്. അല്ലേ, നിരവധി വസ്തുക്കളെ ലയിപ്പിക്കുന്നതിനാലും വ്യാപകമായി ലായനികൾ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്നതുമായതുകൊണ്ട് ജലം എന്ന് പറയുന്നത് എന്താണ്? ഒരു സാർവിക ലായകമാണ്, യൂണിവേഴ്സൽ സോൾവെന്റ് ആണ്. ദെൻ വാട്ടർ എന്ന് പറയുമ്പോൾ 2 ടൈപ്പാണുള്ളത്, സോഫ്റ്റ് വാട്ടറും ഹാർഡ് വാട്ടറും. അല്ലേ, മൃദുജലവും കാഠിന്യ ജലവും. ദ വാട്ടർ ഇൻ വിച്ച്, അപ്പോൾ സോഫ്റ്റ് വാട്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും? സോഫ്റ്റ് വാട്ടർ എന്ന് പറയുന്നത് സോപ്പ് നന്നായി പതയാത്ത ജലത്തെ കഠിനജലം എന്ന് പറയുന്നു. എന്താണ്? ഹാർഡ് വാട്ടർ എന്ന് പറയുന്നത് എന്താണ്? സോപ്പ് നന്നായി പതയാത്ത ജലത്തെ എന്തെന്ന് പറയുന്നു? ഹാർഡ് വാട്ടർ എന്ന് പറയുന്നു, കാഠിന്യ ജലം എന്ന് പറയുന്നു. എന്തുകൊണ്ടായിരിക്കും ഈ ഹാർഡ്നെസ്സിന് കാരണം എന്താണ്? അതിൽ ലയിച്ചു ചേർന്ന കാൽഷ്യം മെഗ്നീഷ്യം ലവണങ്ങളാണ് ഹാർഡ് വാട്ടർ, അല്ലെങ്കിൽ ഈ കാൽഷ്യം മെഗ്നീഷ്യം ലവണങ്ങൾ അതിൽ ലയിച്ചു ചേർന്നത് കൊണ്ടാണ് അതെന്താകാത്തത്? പതയാത്തത്. സോപ്പ് നന്നായിട്ട് അതിൽ പതയാത്തതിനുള്ള കാരണം. ദെൻ ഇനി സോപ്പ് നന്നായി പതയുന്ന ജലത്തെ നമ്മൾ എന്തെന്ന് വിളിക്കും? മൃദുല ജലം എന്ന് വിളിക്കും. ഓക്കെ ആണോ? Then water in which soap gives lather readily is called soft water. സോപ്പ് പതയാത്ത, ഡസ് നോട്ട് ലാദർ ചെയ്യാത്ത വാട്ടറിനെ നമ്മൾ എന്തെന്നും പറയും? ഹാർഡ് വാട്ടർ എന്ന് പറയും. ഈ ഹാർഡ്നെസ്സിന് അല്ലെങ്കിൽ സോപ്പ് പതയാത്തതിന് കാരണം എന്താണ്? ആ വെള്ളത്തിൽ ആരൊക്കെയുണ്ട്? കാൽഷ്യവും മെഗ്നീഷ്യവും ഉണ്ട്. ദെൻ ഈ ഹാർഡ്നെസ് തന്നെ 2 ടൈപ്പാണുള്ളത്. ഹാർഡ്നെസ് ടെമ്പററി ഹാർഡ്നെസ്സും ഉണ്ട്, പെർമനൻറ്റ് ഹാർഡ്നെസ്സും ഉണ്ട്. ടെമ്പററി ഹാർഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? താൽക്കാലിക കാഠിന്യം. അതായത് ദ ഹാർഡ്നെസ് ഓഫ് ദ വാട്ടർ കണ്ടെയ്നിങ് കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം ബൈകാർബണേറ്റ്സ് ഈസ് റിമൂവ്ഡ് ഡ്യൂറിങ് ബോയിലിംഗ്. ദിസ് ടൈപ്പ് ഓഫ് ഹാർഡ്നെസ് ഈസ് നോൺ ആസ് ടെമ്പററി ഹാർഡ്നെസ്. അല്ലേ, തിളപ്പിച്ച് കഴിയുമ്പോൾ ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ആ ഹാർഡ്നെസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? താൽക്കാലിക കാഠിന്യം അല്ലെങ്കിൽ ടെമ്പററി ഹാർഡ്നെസ്. അതായത് നമ്മൾ ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഹാർഡ്നെസ് ഒക്കെ എന്ത് ചെയ്യും? പോയി കിട്ടും. അതിൽ ലയിച്ച് ചേർന്നിരിക്കുന്ന വസ്തുക്കളൊക്കെ എന്ത് ചെയ്യും? പോയി കിട്ടും. അപ്പോൾ ഇതെന്ത് ചെയ്യും? നന്നായിട്ട് പതിയുമായിരിക്കും. അല്ലേ, പതിയും. അപ്പോൾ അതൊരു ടെമ്പററി ഹാർഡ്നെസ് ആണ്, താൽക്കാലിക കാഠിന്യമാണ്. അത് ചൂടാക്കി കഴിയുമ്പോൾ അതിൻ്റെ കാഠിന്യം അങ്ങ് പോയി കിട്ടും. ദെൻ അങ്ങനെയാണെങ്കിൽ പെർമനൻറ്റ് ഹാർഡ്നെസ് എന്തായിരിക്കും? പെർമനൻറ്റ് ഹാർഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിളപ്പിച്ചാലും അതിൻ്റെ ഹാർഡ്നെസ് എന്ത് ചെയ്യില്ല? പോകൂല. അതിൽ ലയിച്ച് ചേർന്നിരിക്കുന്ന വസ്തുക്കൾ എന്ത് ചെയ്യില്ല? റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. The hardness of water containing the chloride and sulfate of calcium magnesium is not removed even after boiling. This is പെർമനൻറ്റ് ഹാർഡ്നെസ്. അതിൽ ലയിച്ച് ചേർന്നിരിക്കുന്ന സൾഫേറ്റ്, കാൽഷ്യം, അതേപോലെ തന്നെ ക്ലോറൈഡ്, ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റാത്തതിനെ, തിളപ്പിച്ചാലും റിമൂവ് ചെയ്യാൻ പറ്റാത്തതിനെയാണ് നമ്മൾ പെർമനൻറ്റ് ഹാർഡ്നെസ് എന്ന് പറയുന്നത്. കെമിക്കൽസ് യൂസ് ചെയ്തിട്ട് മാത്രമേ ഈ ഹാർഡ്നെസ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. തിളപ്പിച്ച് മാറ്റാൻ കഴിയാത്ത ജലത്തിൻ്റെ കാഠിന്യമാണെന്ത്? സ്ഥിര കാഠിന്യം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനിയാണ് വാട്ടർ പൊല്യൂഷൻ. വാട്ടർ പൊല്യൂഷൻ എന്താണെന്ന് നമുക്കറിയാം അല്ലേ? വാട്ടർ പൊല്യൂഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണെന്നറിയാം. കുടിവെള്ളം മുട്ടും. നമ്മൾ മാത്രമല്ല മറ്റ് ജീവജാലങ്ങൾക്കും കൂടെ എന്താണ്? ദോഷകരമാണ് വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വാട്ടർ പൊല്യൂഷൻ്റെ ചില കാര്യങ്ങൾ, സിറ്റുവേഷൻസ്, ജലം മലിനമാകുന്ന കുറച്ച് സന്ദർഭങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഡംപിങ് ഓഫ് വേസ്റ്റ് ഇൻ വാട്ടർ റിസോഴ്സസ്. അല്ലേ, എന്താണ്? ജലസ്രോതസ്സുകളിൽ വേസ്റ്റ് മെറ്റീരിയൽസ് ഡംപ് ചെയ്യുമ്പോൾ എന്താണ്? ജലം മാലിന്യമാകുന്നു. അല്ലേ, ജലം മാലിന്യമാകുന്നു. അപ്പോൾ ആ ജലത്തിൽ വസിക്കുന്ന മറ്റ് ജീവജാലങ്ങൾക്കും എന്താണ്? അവരുടെ നിലനിൽപ്പിനെ വരെ ബാധിക്കും. അതേപോലെ തന്നെയാണ് ആ ജലസ്രോതസ്സിനെ ആശ്രയിച്ച് ജീവിക്കുന്ന എല്ലാവരുടെയും കാര്യങ്ങളും. അല്ലേ, വെള്ളം ശുദ്ധമല്ലെങ്കിൽ അത് കുടിക്കാനും ഒന്നിനും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അതേപോലെ തന്നെ റാമ്പൻ്റ് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്. അല്ലേ, മണ്ണിൽ ഫെർട്ടിലൈസേഴ്സ് വല്ലാതെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഈ മഴവെള്ളം മണ്ണിലൂടെ ഒഴുകിയിട്ടാണ് ജലസ്രോതസ്സുകളെല്ലാം മണ്ണിൻ്റെ അടിയിലേക്ക് പോകുന്നത്. അല്ലേ, അപ്പോൾ ഈ മണ്ണിലെ ഫെർട്ടിലൈസേഴ്സ് അല്ലെങ്കിൽ കീടനാശിനികളും വളപ്രയോഗവും വളത്തിലും ഒക്കെ ഇതിലൊക്കെ കെമിക്കൽ സബ്സ്റ്റൻസുകളിലും മിക്സ് ആയിട്ട് മണ്ണിലേക്ക് ഇറങ്ങുമ്പോൾ എന്താണ്? നമ്മുടെ ശുദ്ധജലമാണ് എന്ത് ചെയ്യുന്നത്? നശിക്കുന്നത്. അല്ലേ, പൊല്യൂട്ടഡ് ആകുന്നത്. അതേപോലെ തന്നെ എക്സസീവ് യൂസ് ഓഫ് ഡിറ്റർജൻറ്റ്. എക്സസീവ്
യൂസ് ഓഫ് ഡിറ്റർജൻറ്റ്. യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റർജൻറ്റിൻ്റെ യൂസ് അല്ലേ, തോട്ടിലൊക്കെ പോയി അലക്കുന്നവരുണ്ടാവും. ഡിറ്റർജൻ്റൊക്കെ യൂസ് ചെയ്ത് അലക്കുമ്പോൾ എന്താണ് അതിലെ സൂക്ഷ്മജീവികളും മറ്റ് ജീവികൾക്കും അതേപോലെ തന്നെ എന്താണ് ആ ജലസ്രോതസ് പൊല്യൂട്ടഡ് ആവുകയാണ് ചെയ്യുന്നത്. ദെൻ ഇൻസെക്ടിസൈഡ്സ് ഗെറ്റിംഗ് മിക്സ്ഡ് വിത്ത് വാട്ടർ. നമ്മൾ വളപ്രയോഗം പറഞ്ഞതുപോലെ തന്നെ കീടനാശിനികളൊക്കെ എന്താണ് വെള്ളത്തിൽ മിക്സ് ആകുന്നത്. ഇതൊക്കെ എന്താണ് മണ്ണിൽ പ്രയോഗിച്ചാലും നമ്മുടെ മഴ പെയ്തിറങ്ങുമ്പോൾ ഈ വെള്ളത്തിൽ മഴവെള്ളത്തിൽ ലയിച്ച് ചേർന്നിട്ടാണ് മണ്ണിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ എന്താണ് വെള്ളം ശുദ്ധമല്ലാതെ മലിനീകരണമാവുകയാണ്. വെള്ളം എന്താണ് ജലം മലിനീകരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ദെൻ വളരെ ചെറിയൊരു പാഠമാണ്. ഈ ഭാഗമൊക്കെ മക്കൾക്ക് നന്നായിട്ട് സ്വന്തമായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് എഴുതാൻ പറ്റുന്നതാണ്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഹാർഡ്നെസ് എന്താണ്, ടെമ്പററി ഹാർഡ്നെസ് എന്താണ്, എല്ലാം നോക്കി വെക്കുക. ഹോട്ട് വാട്ടറിൽ റിയാക്ട് ചെയ്യുന്നത് ഏതൊക്കെ മെറ്റലാണ്, അല്ലെങ്കിൽ മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഏത് ഗ്യാസാണ് ഫോം ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വൺ വേർഡ് ആയിട്ട് ചോദിക്കാം. അപ്പോൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. വളരെ ചെറിയൊരു പാഠമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം നെക്സ്റ്റ് ക്ലാസ്സുമായി കാണാം.